നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെന്താ? മോളെ നീ വല്ലത് പേടിച്ചിട്ടുണ്ടല്ലോ. നിത്യേച്ചി ആരോടും പറയരുത്. അമ്മയോടും അച്ഛനോടും ഒന്നും എനിക്ക് ഈ കാര്യം പറയാൻ പറ്റില്ല. നീ കാര്യം പറയൂട്ടെ. അത് ഹരി, ഈ കുഞ്ഞിനെ ഹരി ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്ന നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം. ഹരിയുടെ സംസ്കാരവും എന്റെ സമ്പത്തും കൂടി ആവുമ്പോ ഇതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് ഈ കുഞ്ഞിന് കൊടുക്കാനുണ്ടോ? സോറി, സമ്പന്നതയുടെ ലക്ഷണം നീ കാണിക്കുന്നൊന്നുമല്ല. എന്റെ കുഞ്ഞിനത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതെന്റെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ പ്രസവിച്ച വീണ ഉപേക്ഷിച്ചപ്പോ എന്റെ നെഞ്ചിൽ ഞാൻ ചേർത്ത് പിടിച്ച കുഞ്ഞ്. ഈ കുഞ്ഞിനപ്പുറം എനിക്കൊരു ജീവിതവുമില്ല. ഹരി, സംയുക്ത പ്ലീസ്, സംസാരിക്കാനുള്ളതെല്ലാം നമ്മൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞതാ. വീണ്ടും എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഹരി, മുൻപ് ഹരിയോട് പറയാൻ ഹരിയുടെ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം ഹരിയുടെ നെഞ്ചി കിടക്കുന്ന ഈ കുഞ്ഞുകൂടെയാ. ഹരിയുടെ ജീവിതത്തിൽ നിന്നും ഈ കുഞ്ഞിനെ ഞാൻ പിഴുതെറിഞ്ഞാലോ? ഈ ലോകത്ത് എന്തും ചെയ്യാൻ ശേഷിയുണ്ടെന്ന് ചിന്തിക്കുന്ന ചില വിഡ്ഢികളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ മാത്രമാ നീ. നീ ഈ നാട്ടിൽ കാലുകുത്തിയതിനു ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നിന്റെ കൂട്ടത്തിലുള്ളവർക്കും അറിയാം, എന്റെ കൂട്ടത്തിലുള്ളവർക്കും അറിയാം. പുഞ്ചക്കരി പാടത്ത് നീ ഒരു കല്ല് നാട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് സംഭവിക്കുകയും ചെയ്തു. ഈ നാട്ടിൽ നിന്ന് നിനക്ക് പിൻവാങ്ങേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് നടന്നു. ഇനി ഈ കുഞ്ഞിന്റെ കാര്യം. എന്നിൽ നിന്ന് ഇവളെ പിഴുതെറിയാനല്ല, ഈ കുഞ്ഞിനെ കുറിച്ച് ഇനിയൊരു വാക്ക് തെറ്റായി സംസാരിച്ചാൽ പോലും നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഇത് പണ്ടത്തെ ഹരിയുടെ വാക്കുകളല്ല, ഒരച്ഛന്റെ വാക്കാ. എന്റെ കുഞ്ഞിനു വേണ്ടി എന്തും ചെയ്യും ഞാൻ. എങ്കിൽ നമുക്ക് കാണാം. ഇത് നിങ്ങൾക്കുള്ള അവസാന വാർണിംഗാ. നിങ്ങൾ കരയും ഹരി, എന്റെ കാൽക്കലിരുന്ന് കരയും. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കും. നിൽക്ക്. ആണൊരുത്തനോട് ഒന്ന് നേരിട്ട് മുട്ടി നോക്കാത്തതിന്റെ എല്ലാ അഹങ്കാരവും ഉണ്ട് നിനക്ക്. ഇത് നിന്നോടുള്ള എന്റെ അവസാനത്തെ വാണിംഗ്. ഒരു പരിക്കും പറ്റാതെ എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും നിനക്ക് പോവാം. അതല്ല ഫൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഇനിയൊരു മത്സരത്തിന് സംയുക്തയ്ക്ക് ശേഷിയില്ല. ജ്യോതി, നീ എവിടെ പോയതാ?
നിൽക്കുന്ന എന്ത് പറ്റി മോളെ? നിത്യേച്ചി, ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തില. എന്തു പറ്റി? നിന്റെ ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെന്താ? മോളെ നീ വല്ലത് പേടിച്ചിട്ടുണ്ടല്ലോ. നിത്യേച്ചി, ആരോടും പറയരുത്. അമ്മയോടും അച്ഛനോടും ഒന്നും എനിക്ക് ഈ കാര്യം പറയാൻ പറ്റില്ല. നീ കാര്യം പറയൂട്ടി. അത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് അറിയാം. അയാൾ ആ ഫോട്ടോസ് ഏട്ടൻ അയക്കും. അമ്മയ്ക്കും അച്ഛനും എല്ലാം അയച്ചു കൊടുക്കും. ഫംഗ്ഷന്റെ ദിവസം തന്നെ നിങ്ങൾ ഞാൻ വിലക്കിയതല്ലേ മോളെ? എന്നിട്ട് എന്താ നിങ്ങളത് മനസ്സിലാക്കാതെ പോയത്? നിത്യേച്ചി, ഇനി എത്ര പേരോട് ഉത്തരം പറയേണ്ടി വരും? നിനക്ക് പുറകെ നടക്കുന്നവൻ ആരാന്ന് അറിയാനുള്ള മാർഗം പോലും നമുക്കില്ല. അയാൾ ഇനിയും ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് ചത്തുകളയും. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ചാകുന്നതാണോ പരിഹാരം? മനുവിനെ എനിക്കിഷ്ടോ, മുൻപേ ഇഷ്ടോ. അവനെ കാണണമെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ ഇന്ന് അവന്റെ അടുത്തേക്ക് പോയത്. അല്ലാതെ ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഞാനൊരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ നിത്യേച്ചി? മോളെ, അച്ഛനും അമ്മയും നമുക്ക് എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാം. നിന്റെ മനസ്സ് അവര് മനസ്സിലാക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ജീവന്റെ കാര്യം, സ്വന്തം പെങ്ങളാണെന്നൊന്നും ആ മനുഷ്യൻ നോക്കില്ല. നീ ചീത്തയാണെന്ന് വരുത്തി തീർക്കാൻ ഒരവസരം കിട്ടിയാല് അത് ഉപയോഗിക്കുകയുള്ളൂ. മോളെ നിത്യ, അമ്മയച്ഛനും വിളിക്കുന്നു. അവരുടെ മുന്നിൽ നീ ടെൻഷനോടെ നിൽക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.